ഈ സമയമാകുമ്പോൾ മിണ്ടേണ്ട സമയമാകുമ്പോൾ ഞങ്ങൾ മിണ്ടും, സ്വാഭാവികം. അതെല്ലായിടത്തുള്ള പോലെ തന്നെയാണ്. അല്ലാണ്ട് ഇപ്പോൾ അത് ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മതി, ഇതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീഡിയോയും കൂടി അതിനെക്കുറിച്ച് ചെയ്യണം. അപ്പോൾ എന്താ ഉപ്പുമുളക് പ്ലേറ്റ് എന്നുള്ളൊരു ചാനലിൻ്റെ കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ അവരുടെ വ്ളോഗും കാര്യങ്ങളും എല്ലാം ഞാൻ കാണുന്നതാണ്. അവർ പറഞ്ഞ കാര്യങ്ങളും ഇതൊക്കെയാണ് പ്രശ്നമായിട്ട് വന്നേക്കണത്. ഇപ്പോൾ നിങ്ങൾ ആ സൈഡിൽ കണ്ടതുപോലെ തന്നെ അവർ കല്യാണം കഴിഞ്ഞ ആ ഒരു സീനും ഇതൊക്കെയാണ്. ആ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ചെറുക്കൻ്റെ വീട്ടിൽ എല്ലാവരും ഉണ്ട്, പെണ്ണിൻ്റെ വീട്ടിൽ ആരുമില്ല. അപ്പോൾ ഒളിച്ചോടി വന്നതാണെന്നുള്ളതിന് കൺഫേം ആയിരിക്കുകയാണ്. ആരും അറിഞ്ഞിട്ടില്ല. അവളുടെ ഇപ്പോൾ നിശ്ചയത്തിൻ്റെ സമയത്തൊക്കെ, എൻഗേജ്മെൻറ്റിൻ്റെ സമയത്തൊക്കെ പൊന്നുമാണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവളുടെ ചേച്ചി. അപ്പോൾ പൊന്നിനോട് പോലും പറയാതെയാണ് ഇവർ ഇങ്ങനെ ഒരു ഇത് എടുത്തിരിക്കുന്നത്. കുഞ്ഞാനിങ്ങനെ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. നന്ദന എന്നാണ് പേര്, കുഞ്ഞാൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അവർ എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നത്. അപ്പം ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. പിന്നെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് പുള്ളിക്കാർ രക്ഷപ്പെട്ടു പോയതാണെന്ന് പോലും തോന്നുന്നുണ്ട്. അവരെന്താ വെച്ചാൽ വാശിയാണ്, ഭയങ്കര വാശിയാണ്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ മക്കളോട് പിണങ്ങിക്കഴിഞ്ഞാൽ നമുക്കും കുറച്ചൊക്കെ ക്ഷമ കാണിക്കാം. മക്കൾ ഇങ്ങോട്ട് വരട്ടെ എന്ന് നമ്മളൊരു അങ്ങനെ ഒരു വാശി കാണിക്കരുത്. ആ ഒരു വാശി അവരുടെ ഓരോ വ്ളോഗൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു വാശി ആയിട്ട് തോന്നുന്നുണ്ട്. അവരെന്തായാലും പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടിട്ട് വരാട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. ദൈവത്തിൻ്റെ ഒരു വിളിയിൽ ഞങ്ങൾക്ക് അതെല്ലാം നല്ല നിലയ്ക്ക് നടത്തിയിരുന്നു. ഇപ്പോഴും വിശ്വാസമുണ്ട്. ഇപ്പോഴും ഞങ്ങളിൽ ഇപ്പോഴും ഒരു രൂപയായിട്ട് നമ്മൾ കാര്യത്തിന് മുന്നോട്ട് പോയിട്ടില്ല. എന്നാലും ആ സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൽ ആ സ്ഥലം വിറ്റ് ഉള്ള കാര്യങ്ങൾ ഭംഗി പോലെ നടത്തി കൊടുക്കാൻ പറ്റും തന്നെയാണ്. പിന്നെ നമ്മളോട് പറ്റണ പോലെ, അല്ലാണ്ട് ഇപ്പോൾ അപ്പുറത്ത് 100 പുറത്ത് ഇപ്പുറത്ത് 500 പുറത്ത് അതുപോലെ നടക്കണം. അതുപോലെ ഒന്നും നമ്മളോട് പറ്റിയതൊന്നും വരില്ല. കൊക്കിലൊതുങ്ങുന്ന പോലെ നമുക്ക് അവിടെ നല്ല ഭംഗി പോലെ എന്താ വെച്ചാൽ ഇതെന്താ ഈ പറയാൻ കാരണം വെച്ചാൽ ഈ കമൻറ്റ് ബോക്സിൽ കയറിയിട്ടുണ്ട് കുറേ ആണ് ഈ ചൊറിഞ്ഞിട്ടുണ്ട്. കുഞ്ഞെന്താ പിണക്കാണോ, കുഞ്ഞനെന്താ വീഡിയോയിൽ കാണോ, അമ്മയും മക്കളൊക്കെ ആകുമ്പോൾ പിണങ്ങും അതൊക്കെ സ്വാഭാവികം. ഞാൻ പറഞ്ഞില്ലേ, പൊന്നുമായിട്ട് പിണങ്ങാറുണ്ട്, കുഞ്ഞനായിട്ട് പിണങ്ങാറുണ്ട്, കുണുക്കനായിട്ട് ഷെബിയായിട്ട് അനിയായിട്ടൊക്കെ ഞാൻ പിണങ്ങാറുണ്ട്. ഇവരൊക്കെ ആയിട്ട് മറ്റുള്ളവരും പിണങ്ങാറുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പിണങ്ങുന്നവരൊക്കെ തന്നെയാണ്. ഒരു വീടല്ലേ, ചട്ടിങ്കലൊക്കെ തട്ടിമുട്ടൊക്കെ ഇരിക്കുക സ്വാഭാവികമാണ്. അല്ലാണ്ട് ഇപ്പോൾ ഞങ്ങൾ മാതൃകാ കുടുംബമാണ്, തല്ലുകൂടില്ല. ഞങ്ങൾ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്, എപ്പോഴും ഞങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, എപ്പോഴും ഉമ്മയിച്ചുകൊണ്ടാണ്. ഒന്നും ഞാൻ പറയാറില്ല. ഇന്ന് ഞാൻ ഒന്ന് പറഞ്ഞ പിണക്കങ്ങളും ഇണക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള എല്ലാ വീട്ടിലാന്തിയുള്ള പിണക്കങ്ങളാണ്. ഇപ്പോൾ കുഞ്ഞിനെ ഞാനും കുറച്ച് ദിവസം പിണങ്ങിയാണ് ഞങ്ങൾ രണ്ടാളും കണ്ടിട്ട് മിണ്ടിട്ടില്ല. ഇനി സമയമാകുമ്പോൾ മിണ്ടേണ്ട സമയമാകുമ്പോൾ ഞങ്ങൾ മിണ്ടും, സ്വാഭാവികം. അതെല്ലായിടത്തുള്ള പോലെ തന്നെയാണ്. അല്ലാണ്ട് ഇപ്പോൾ അത് ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മതി, ഇതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ശരിയാണ്, ഒരു കുടുംബമാകുമ്പോൾ പിണങ്ങും എന്നെല്ലാം ചെയ്യും. പക്ഷേ ഇവർ പറയുന്നത് ആൾക്കാർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് ആൾക്കാർ ശരിയാണ്. നമ്മൾ ഇതിന് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ആളുകൾ പലതും ശ്രദ്ധിക്കും. എന്താ പറയുക, എപ്പോഴും കാണുന്ന ആളുകളെ കാണാതാവുമ്പോൾ അവർ ചോദിക്കും. വ്ളോഗും കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് അവരത് ചോദിക്കും. അങ്ങനെയാണ് ആളുകൾ അവിടെയും ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ ഇവർ ചില കാര്യങ്ങളൊക്കെ പറയണത് ഭയങ്കര ഇതായിട്ട് തന്നെയാണ്. പിണങ്ങും ഇതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മളെല്ലാം വന്ന് പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് പറയുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇവരുടെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളുടെ അടുത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ നമ്മളെ കുറ്റം പറയും. ഇതുപോലെ തന്നെ വേറൊരു 2 ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ടായിരുന്നില്ല, അവരും ഇതുപോലെ പിരിഞ്ഞു. അതുപോലെ ഇവരുടെ കുറ്റം അപ്പുറത്ത് പോയി പറയും, അപ്പുറത്തെ കുറ്റം ഇവിടെ വന്ന് പറയും. അങ്ങനെയാണ് അതിലും നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവർ വീഡിയോ ഇടുന്ന സമയത്ത് ഇവരുടെ അടുത്ത് വന്ന് പറയും, അപ്പുറത്ത് വീഡിയോ ഇട്ടിട്ട് ഞാൻ അപ്പുറത്തും പോയി കാണട്ടെ, അല്ലെങ്കിൽ അപ്പുറത്ത് ലൈവ് ഇട്ടിട്ട് ഞാൻ അപ്പുറത്ത് പോയി കാണട്ടെ. എങ്ങനെയൊക്കെയാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. അപ്പോൾ എന്നിട്ട് നമ്മളിങ്ങനെ ഇവരെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലയ്ക്കും കയറാൻ വരും. അപ്പോൾ ഇവർ പറയണതിൽ പ്രശ്നമൊന്നുമില്ല, നമ്മളതിനെ എടുത്ത് പ്രതികരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തായാലും ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. ഇത് കുഞ്ഞിനെ കാണാനില്ലല്ലോ. ഓൾറെഡി കുഞ്ഞെ പണ്ടോട്ടേ വീഡിയോയിൽ നിൽക്കാത്ത ആളാണ്. പിന്നെ ഇപ്പോൾ കുഞ്ഞിനെ കാണാനില്ല ഇത്രയും വിമർശനടിച്ച് ചോദിക്കുന്നത് സ്നേഹത്തോടെ ചോദിക്കുന്നവരോടൊക്കെ, അല്ലാണ്ട് നെഗറ്റീവിനായിട്ട് ചോദിക്കുന്നവരോടൊക്കെ നമുക്കറിയാം നെഗറ്റീവായിട്ട്. അപ്പം ഞാനും കുഞ്ഞിനെ പിണങ്ങാനായിട്ട് അവളെ ഞാൻ വീഡിയോ എടുക്കാറില്ല, അത്രേ ഉള്ളൂ. ഇനി സത്യമായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ. അമ്മയും മക്കൾ ഇപ്പോൾ കുണിക്കായിട്ട് പിണങ്ങാറുണ്ട്, കുണുക്കനായിട്ട് പിണങ്ങി എല്ലാവരും കാർത്തുമായിട്ട് പിണങ്ങാൻ. കാത്തു അമ്മമ്മ മിണ്ടിൽ നിന്ന് കാത്തു പുതിയ ചെരുപ്പൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. എനിക്ക് നീ ചെരുപ്പ് അടിച്ചു തന്നില്ലല്ലോ, ഇതിനോട് ഞാൻ മിണ്ടില്ല നടക്കിയിട്ട്. അത്രേ ഉള്ളൂ. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കും വിറ്റോ. അപ്പോൾ ഞാൻ വേണ്ട കേട്ടോ, നമുക്ക് കല്യാണ സമയമാകുമ്പോൾ വിൽക്കാനായിട്ട് ഇപ്പോൾ വിൽക്കണ്ട. കല്യാണം ഏകദേശം ഉറക്കിനോട് കൂടിയിട്ട് നമുക്ക് വിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതിനായിട്ട് കുറേ കുറ്റപ്പെടുത്തി. എത്ര ആൾക്ക് ചോദിച്ചാൽ എന്താ നീ ഒറ്റ എടുത്തിക്കാനല്ല വിൽക്കാൻ ഞാൻ ഇപ്പം ചോദിച്ചു വേണ്ടവർക്ക് വെറുതെ നമ്മൾ എന്തായാലും കൊടുക്കില്ല. ഇപ്പോഴായാലും നമ്മൾ വെറുതെ ചവിട്ട് കൊടുക്കില്ല. എന്താ വെച്ചാൽ ആരുടെ നിന്ന് കടം മേടിച്ചിട്ടായാലും നമ്മൾ കല്യാണം നടത്തും.
അപ്പോൾ അവർ പറയുന്നുണ്ട് ആരുടെ അടുത്ത് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ഞങ്ങളിത് നടത്തും. അപ്പോൾ കടം വാങ്ങിച്ച് നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഇതാവുന്നത് എന്താ ചോദിച്ചാൽ, നമ്മൾ ഒരു കല്യാണം ഒരു എന്താണ് മക്കളുടെ വളർത്തോ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മുൻകൂട്ടി നമുക്കൊരു പ്ലാനിങ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ളത് പോകാനും പറ്റില്ല, നമുക്കത് നല്ല ആർഭാടമായിട്ട് നടത്തും വേണമെന്ന് പറഞ്ഞ കാര്യം നടക്കില്ലല്ലോ. ഇപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വസ്തുവായിരിക്കും, ഇഷ്ടപ്പെട്ട വീടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ മക്കളുടെ കാര്യത്തിന് വേണ്ടി അത് വിൽക്കേണ്ടി വരും. അത് സ്വാഭാവികം. അതിന് എനിക്ക് വിൽക്കാൻ ഒട്ടും മനസ്സില്ല, കുഞ്ഞിൻ്റെ കല്യാണം ആയതുകൊണ്ടാണ് ഞാൻ വിൽക്കുന്നത്, അല്ലെങ്കിൽ വിൽക്കില്ലായിരുന്നു, അല്ലെങ്കിൽ അത് ചെയ്യില്ലായിരുന്നു, ഇത് ചെയ്യില്ലായിരുന്നു ഒക്കെ ഇത് നിരന്തരം. ഇപ്പോൾ കുഞ്ഞാനാണെങ്കിലും കുഞ്ഞാൻ്റെ ഹസ്ബൻഡിൻ്റെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഹസ്ബൻഡ് പറഞ്ഞത്. അവരുടെ വീട്ടുകാർ കേൾക്കുന്ന സമയത്ത് ഇത് അവർക്കും ഒരു ഇറിറ്റേഷനാണ്. അവരും മനസ്സിൽ വിചാരിക്കുന്നത് ഞങ്ങൾ സ്ത്രീധനം വാങ്ങിച്ചിട്ടാണോ കല്യാണം കഴിക്കുകയാണല്ലോ കല്യാണം കഴിക്കുന്നത്, ഇവർ പബ്ലിക്കിന് മുമ്പിൽ ഇങ്ങനെ വിളിച്ച് പറയുന്നത് പോലെയാണ് അവർക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ച് നല്ലൊരു നിലയ്ക്ക് എത്തിച്ചു, നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുത്തേ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റും. അതൊരു സ്ത്രീധനം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾക്കൊരു സമ്മാനം, അവർക്കൊരു സമ്മാനം കൊടുക്കുന്നത് പോലെ കുറച്ച് ഇത് ആഭരണങ്ങളാണെങ്കിലും അതാണെങ്കിലും നമ്മൾ കുറച്ച് കൊടുത്തിട്ട് അവർക്കത് ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിത് പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവ് ഇമേജായിരിക്കും നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അവർ ഇതെല്ലാം കേട്ടു, ഇനിയിപ്പോൾ നിങ്ങളുടെ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടായിരിക്കും കല്യാണം നമുക്കൊന്നും അറിയാതെ കല്യാണം കഴിക്കാന്നുള്ള ഈ കൊച്ചും വേണമെങ്കിൽ കരയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ അതിൻ്റെ പുറത്തായിരിക്കും ഈ ഒരു കല്യാണം നടന്നത്. എന്തായാലും ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. അതല്ല, ഈ ഒരു 6 സെന്റ് ആയാലും വെള്ളത്തിനും ക്ഷാമല്ല. ഈ 6 സെന്റിൽ നിന്ന് 300 കിലോമീറ്റർ നടന്ന ഹൈവേയിലേക്ക് എത്തണമെന്ന് ആലോചിച്ചു. കിലോമീറ്റർ അല്ല, മീറ്റർ നടന്ന 300 അല്ല 300 മീറ്റർ തന്നെയാണ്. കിലോമീറ്റർ കേൾക്കാൻ പറ്റും. ഞാൻ വീണ്ടും കേൾപ്പിച്ചാൽ നടന്ന അങ്ങെത്തും. പിന്നെ നമുക്ക് സാധാ നമ്മുടെ വഴി നിന്നുള്ള ബസ് കയറണമെങ്കിൽ ഒരു 150 അടി നടന്നാൽ മതി. 150 അടിയിൽ 150 മീറ്റർ നടന്നാൽ മതി. നമ്മൾ സാധാ നമ്മുടെ റൂട്ടിലുള്ള പോർക്കുളം തിരുവനന്തപുരത്തേക്കുള്ള ബസ്സൊക്കെ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കിട്ടും. പോരെ, നമ്മുടെ മുറ്റത്തൂടെയാണ്. അപ്പം വെള്ളത്തിന് വെള്ളം. പള്ളി, മുസ്ലിം പള്ളി ആയാലും ക്രിസ്ത്യൻ പള്ളി, 2 റോമൻസിൻ്റെ ആയാലും മറ്റേ ആ പള്ളിക്ക് എന്താണെന്ന് അറിയില്ല പറയാം. ആ പള്ളി ആയാലും കുന്നത്ത് പള്ളീന് എന്താ അറിയാം, ഇത് റോമൻസ് എന്ന് പറയും. അതായാലും പോർക്കുളം സ്കൂൾ, പഞ്ചായത്ത്, നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ തൊട്ട് ബാക്കിലാണ് പഞ്ചായത്ത് ഇരിക്കുന്നത്. അടുക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷമമുള്ള വയസ്സുണ്ടെങ്കിലും ഞാൻ ഇത് പ്രകടിപ്പിക്കാറില്ല. എന്നിട്ട് സരീക്ഷടക്കം വന്നിട്ടാണ് നിനക്ക് കല്യാണമായില്ല, ടെൻഷനില്ല, കാശ് സെറ്റ് ചെയ്യേണ്ട ചേച്ചി, എല്ലാം സെറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഒരു വിശ്വാസമുണ്ട്, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കുറച്ച് ദൈവങ്ങൾ നമ്മളെ കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇപ്പം എന്ത് തന്നെയാണെങ്കിലും ഇനിയിപ്പോൾ അത് കൊടുക്കേണ്ട കാര്യമില്ല. മോളെന്തായാലും അതിനൊക്കെ ലാഭമാക്കിയിട്ട് മോളെന്തായാലും പോയിട്ടുണ്ട്. ഞാൻ പോയതിനിത് പറയുകയല്ല, പക്ഷേ ഇങ്ങനെ നമ്മളെല്ലാം വന്നിട്ട് ഇങ്ങനെ ഇതെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ അവർക്ക് അത് വിൽക്കാൻ ഒട്ടും മനസ്സില്ലാത്ത രീതിയിലാണ് ആ വ്ളോഗിൽ പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ അവർ വീട്ടുകാർക്ക് എന്തായാലും ആ ഒരു വിഷമം ഉണ്ടാകുമല്ലോ. ഞങ്ങൾക്ക് വേണ്ടി അവർക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട വസ്തു അവർ വിൽക്കണ്ട, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരുടെ ഒരു ഇതും വേണ്ട എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു ഇങ്ങനെ ഒരു കല്യാണത്തിന് അവർ ഇതായത് അവൾ ഇറങ്ങിപ്പോയതും ഇങ്ങനെ ഒരു കല്യാണം ആ മോള് തിരഞ്ഞെടുത്തതും. അതിന് ഗോകുൽ, ആ മോളുടെ ചെറുക്കൻ്റെ പേര് ഗോകുൽ എന്നാണ്. അവരെന്തായാലും ഒരുമിച്ചു, അവർ വിവാഹം കഴിഞ്ഞു. അവൻ്റെ വീട്ടുകാരെല്ലാവരും പങ്കെടുത്ത ഒരു വിവാഹം തന്നെയായിരുന്നു. ഇവർ ഈ മൂത്ത മോളുടെ വിവാഹം ആർഭാടമായി കഴിക്കാത്തതുകൊണ്ട് ഇത് ഭയങ്കര ആർഭാടമായിട്ട് കഴിക്കാനായിരുന്നു ഇവർ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം പറയുന്ന സമയത്ത് ആർക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെയായിരിക്കും അത് അവരത് തിരഞ്ഞെടുത്തതും അത് വിവാഹത്തിലേക്ക് എത്തിയതും അവൾ ഇറങ്ങിപ്പോയതും. വീട്ടുകാർക്കും അത് കുറച്ച് ഇതുള്ള ആൾക്കാരായിരിക്കും, മാനുമര്യാദയുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇവരുടെ ഇത് ഡെയിലി ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അവർക്കത് എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിയിരിക്കാം. അങ്ങനെയായിരിക്കും ഈ ഒരു ഇത് തിരഞ്ഞെടുത്തത്. എന്തായാലും അവളുടെ വിവാഹവും കഴിഞ്ഞു. എന്തായാലും നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് തന്നെ ആശിക്കാം. ഇപ്പോൾ മൂത്ത മോളാണെങ്കിലും ഒളിച്ചോടി പോയതാണെങ്കിലും അവൻ്റെ ലൈഫ് അടിപൊളിയായിട്ട് തന്നെയാണ്. അവൻ്റെ ഓരോ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാം. വ്ളോഗിന് വേണ്ടിയിട്ട് അഭിനയമാണ് എന്താണെന്നൊന്നും അറിയില്ല, എന്നാലും നമ്മൾ കണ്ടെത്രത്തോളം നല്ല ഹാപ്പി ആയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഓരോ കമൻസ് ഇടുന്നതും കണ്ടു. നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് പല കമൻസും നമുക്ക് നേരിടേണ്ടി വരും. അതിന് കമൻസ് ഇടുന്നവർ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കമൻസ് ഇടുന്നവർ ഒരുപാട് അങ്ങോട്ട് പോകാനും പറ്റില്ല. നമ്മൾ ഇപ്പോൾ ഇവരുടെ ഇതിലൊക്കെ കമൻസ് ഇടുന്ന പിന്നെ കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. എവിടെ കുഞ്ഞാൻ, എവിടെ, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ ചോദിക്കുന്നത്. അല്ലാതെ വേറൊന്നും അങ്ങനെയുള്ള ഇതായിട്ടുള്ള കമൻസുകളൊന്നും കണ്ടിട്ടില്ല. എന്ത് തന്നെയാണെങ്കിലും ആ മോള് പോയി എന്നത് വാസ്തവം തന്നെയാണ്. ഇവരുടെ ഇപ്പോൾ പുതിയ വീഡിയോസിന് താഴെയൊക്കെ പോയിട്ട് ആളുകൾ കമൻറ്റ് ഇട്ടതിനൊന്നും ഇവർ റിപ്ലൈ കാര്യങ്ങളൊന്നും കൊടുക്കും. ഇവർ ഒട്ടുമിക്ക വീഡിയോസിന് കമൻറ്റിനൊന്നും അങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല. ഇവർ ആ കമൻറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇനി എന്തായാലും ഇതിന് എന്ത് ഇതായിട്ടാണ്
വരുന്നത് എന്നുള്ളത് നോക്കാം. ഇതുവരെ ഇതിൻ്റെ ഒരു പ്രതികരണവും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അവരുടെ ആ ഒരു ഇതിൽ കാണുമ്പോൾ തന്നെ ആ 300 മീറ്റർ അത് പറയുമ്പോൾ തന്നെ അവർ തമ്മിൽ അടിയുണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാവും ഇവർ എത്രത്തോളം ഇതാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, വ്ളോഗ് ചെയ്യുന്നവരെല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവരുടെ ഓരോ ഇതും കണ്ടു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഞാനും സ്ഥിരം ഇത് കാണുന്നതാണ്, അപ്പോൾ വീഡിയോസൊക്കെ കാണുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് റിയാക്റ്റും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ കാര്യങ്ങളും ഇതെല്ലാം. എന്താണെന്ന് വെച്ചാൽ മൂത്ത മോളും രണ്ടാമത്തെ മോളും അങ്ങനെ പോയി എന്ന് പറയുമ്പോൾ ആർക്കാണെങ്കിലും ആ ഒരു ഇത് ഉണ്ടാവുമല്ലോ. എന്തായാലും നല്ല രീതിക്ക് മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം. അല്ലാതെ ഒന്നുമില്ല. എനിക്ക് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സൊക്കെ നമ്മൾ ആവുന്നതും മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പറയാതിരിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.